നമസ്തേ. ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് യൂണിവേഴ്സൽ മെസ്സേജ്, ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്, ഇന്നത്തെ ദിവസം നിങ്ങളോട് എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്, നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ്, നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യേണ്ട റീഡിങ്സാണ്. ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യുക. നല്ലൊരു റീഡിങ്സ്, റെസനേറ്റ് ആകുന്ന, പോസിറ്റീവ് ആകുന്ന നല്ലൊരു ഗൈഡൻസ് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ചോദിച്ച് വെക്കുക. റീഡിങ്സിൻ്റെ ലാസ്റ്റ് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിച്ച് അത് കറക്റ്റായിട്ടൊരു തീരുമാനമെടുക്കാം കേട്ടോ. നിങ്ങളുടെ മനസ്സിലെ ചോദ്യത്തിന് വളരെ വ്യക്തവും കൃത്യമായൊരു മറുപടി കണ്ടെത്താൻ ശ്രമിക്കാം കേട്ടോ. അതുപോലെ തന്നെ ലൈഫിലേക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ചുറ്റുപാടും ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. സാമ്പത്തിക പരമാവുന്ന പ്രോബ്ലംസ് മാറാൻ മണി അഫർമേഷൻസ് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മണി അഫർമേഷൻസ് ഒരു 21 പ്രാവശ്യം അല്ലെങ്കിൽ 108 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലുക കേട്ടോ. അതിനൊരു മുടക്കം വരാതെ നിങ്ങൾ ചെയ്തോളുക. ഒന്നും പ്രതീക്ഷിക്കേണ്ട, നിങ്ങളത് ചെയ്ത് കടന്നു പൊയ്ക്കോളുക കേട്ടോ. അതുപോലെ തന്നെ ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ വരാഹി മന്ത്രം ചൊല്ലുക കേട്ടോ. അതായത് എപ്പോഴും നെഗറ്റിവിറ്റി, തളർച്ച, മാനസിക അസ്വസ്ഥത, എന്ത് ചെയ്യുമ്പോഴും മനസ്സിനകത്തൊരു അസംതൃപ്തി, ഭയം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നെഗറ്റീവ് പ്രസൻസ്, നെഗറ്റീവ് ഊർജ്ജം നമ്മളെ ബാധിക്കുന്നത്. അതിനെല്ലാം പരിഹാരമായിട്ട് തീർച്ചയായിട്ടും മണി അഫർമേഷൻസ് വരാഹി മന്ത്രം ചൊല്ലുക. പിന്നെ കുളിക്കുന്ന സമയത്ത് ഇച്ചിരി കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുക. നിങ്ങൾ ഉറങ്ങുന്ന മുറിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ, ശരിക്കും തെക്കുവശത്തായിട്ടാണ്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പിട്ട് വെക്കുക. രാത്രി കിടക്കുമ്പോൾ വെക്കുക. രാവിലെ അതെടുത്ത് പുറത്ത് തന്നെ കൊണ്ടുപോയി, തെക്ക് സൈഡിലായിട്ട് തന്നെ കൊണ്ടുപോയി കളയുക. പിന്നെയും പിറ്റേന്ന് അതുപോലെ വയ്ക്കുക. അങ്ങനെ ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് പ്രസൻസ്, നെഗറ്റീവ് ഊർജ്ജം, അതായത് മറ്റുള്ളവരുടെ പ്രാക്ക് ദോഷം, കണ്ണുദോഷം, നമ്മളെക്കുറിച്ച് പറയുന്ന അസൂയപരമാകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാം നമ്മളിൽ നിന്ന് ചേഞ്ച് ആയി കിട്ടും കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാനായിട്ട്, നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഉത്തരം കണ്ടെത്താനും, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ, ഇപ്പോൾ അതിന് പറ്റിയ സമയമാണോ, കറൻറ്റ് ടൈമൊക്കെ അറിയാനും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. എന്താ ഫുൾ കാർഡ് എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഒരു സീറോ എനർജിയിൽ നിൽക്കുന്ന, ഒരു ശൂന്യതയിൽ നിൽക്കുന്ന വ്യക്തികൾക്കുള്ള റീഡിങ്സാണ് കേട്ടോ. അതായത് ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, ആരാണ്, എന്താണ് ലൈഫിലുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സുകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രപഞ്ചം പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ റിസോഴ്സും ഉണ്ട്, എല്ലാ സോഴ്സും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. അതായത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിത പുരോഗതിക്കും മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ്ങിന് വേണ്ടതായ എല്ലാ കാര്യവും നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങളതൊന്ന് കണ്ണു തുറന്ന് നോക്കുക. നിങ്ങൾ ശൂന്യമാണ്, നിങ്ങളൊരു സീറോയിലാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ എനർജി, അതായത് നിങ്ങൾക്ക് ഉൾവിളി ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു മനസ്സ്, നിങ്ങളുടെ ആ ഒരു ഉൾവിളിക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. പക്ഷെ നിങ്ങളതിന് തയ്യാറാവണം. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഇന്നെന്തെങ്കിലും ട്രാവലിംഗ് സംബന്ധമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്കാണെങ്കിലും, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതിയോ എന്ത് കാര്യം, ഒരു പ്ലാനിങ് അനുസരിച്ച് നിങ്ങൾ തുടക്കത്തിന് ഇറങ്ങുന്നവർ, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് പ്രതിസന്ധികളെ ഉൾഭയത്തോടു കൂടി കണ്ടുകൊണ്ട് ഇറങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ട് പൊയ്ക്കോളുക. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്. നിങ്ങൾക്ക് കള്ളത്തരം, കളങ്കമില്ലാത്ത വ്യക്തികളായതിനാൽ നിങ്ങൾ വളരെ നിഷ്കളങ്കരായ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണ്. നിങ്ങളെല്ലാം
സത്യസന്ധമായ മാർഗത്തിലൂടെ മാത്രം കണക്ട് ചെയ്തു പോകുന്നവരാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവാണ്. ഇന്ന് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുകയില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്ത് കാര്യം ഇന്ന് നിങ്ങൾ ചെയ്താലും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്ത് മറ്റുള്ളവരെ ആശ്രയിച്ച് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ സ്വയം പൂർത്തീകരിക്കുക. നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അതിന് വേണ്ട സോഴ്സ്. അത് നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് നമുക്ക് എനർജിയിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇന്നൊരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാവേണ്ട ദിവസമാണ് കേട്ടോ. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളുടേതാകുന്ന പ്രസൻസ് വളരെയധികം മുൻപന്തിയിൽ നിൽക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് എന്താ പറയുക, മെച്യൂരിറ്റി കുറവോടുകൂടിയൊക്കെ പെരുമാറുന്ന വ്യക്തികൾക്കൊരു പക്വതക്കുറവൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് വളരെ മെച്യൂരിറ്റിയോട് കൂടി വേണം ഇന്നത്തെ ദിവസത്തിൽ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുപോകാനെന്നും കാണുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഒരു ഗാർഡിയൻ എനർജിയുടെ പ്രസൻസ് നിൽപ്പുണ്ട് കേട്ടോ. ഒരു ഫാദർ എനർജിയുടെ പ്രസൻസ്. പൂർവിക കർമ്മ ഹീലിംഗ് നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ. കുറേ ആളുകളുടെ എനർജിയിൽ എപ്പോഴും പ്രതിസന്ധികളും തടസ്സങ്ങളും, എന്ത് ചെയ്യുമ്പോഴും അതിലൊക്കെ എത്ര ശ്രമിച്ചിട്ടും ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റാത്ത വിധം പരാജയപ്പെടുന്നൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫാദർ എനർജിയുടെ, ഫാദറിൻ്റെയൊക്കെ ഒരു ഫാമിലി എനർജിയിലൂടെ വന്ന ഒരു പൂർവിക കർമ്മ നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എൻഡിങ് ടൈമിലൂടെയാണ് കുറേ ആളുകളുടെ സിറ്റുവേഷൻസ് കടന്നു പോകുന്നത് കേട്ടോ. ഇതിനകത്ത് ഏപ്രിൽ മാസത്തിൻ്റെയൊക്കെ പ്രസൻസ് ഉള്ളവർക്ക് ഫാദറിനെ ബേസ് ചെയ്ത്, ഫാദറിൻ്റെ ഫാമിലിപരമായിട്ട് മറ്റുമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഫാദർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചെറിയൊരു പെയിൻ എനർജി ഇന്നത്തെ ദിവസം നേരിടേണ്ടി വരുന്ന, മനസ്സിനകത്തൊരു ഭയം അല്ലെങ്കിൽ ഒരു പെയിൻ സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഫോക്കസിങ് ആണ് പറയുന്നത് കേട്ടോ. പ്രഷ്യസായ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ നിങ്ങൾ ഇന്ന് ഫോക്കസ് ചെയ്യണം. അതുപോലെ നിങ്ങളിലുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചില വ്യക്തികളുടെ പ്രസൻസ് ആവാം, നിങ്ങൾക്ക് സന്തോഷം ലഭിച്ച ചില സമയങ്ങളെ ഒക്കെ നിങ്ങളൊന്ന് വീണ്ടും ഒരു ചിന്തിക്കേണ്ട സമയമായിട്ട്, അതായത് നിങ്ങൾക്ക് കഴിഞ്ഞുപോയ ചില സന്തോഷകരമായ നിമിഷങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു യോഗം വരുന്നുണ്ട്. മെയിനായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടി പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ രണ്ടാമതൊരു വ്യക്തി, മൂന്നാമതായിട്ടൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ സാഹചര്യം അവസാനിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ സന്തോഷിച്ചിരുന്ന, ഒരിക്കൽ നിങ്ങൾ ഏത് അവസ്ഥയിലാണോ, എത്രത്തോളം ആഡംബരം അല്ലെങ്കിൽ എത്രത്തോളം സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണോ കടന്നു പോയിരുന്നത്, അത് നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു റീയൂണിയൻ പ്രസൻസ്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ കാണിച്ചു തരുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ, സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ബ്ലോക്ക് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് മറ്റെങ്ങോട്ടോ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് അർഹതയുള്ളത്, ആ ഒരു സാമ്പത്തിക ബ്ലോക്കേജും അവസാനിക്കുന്നുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ബ്ലോക്കേജിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ഇമോഷണൽ പെയിനും നിങ്ങൾക്ക് അവസാനിച്ച് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ, അതായത് ആ ഒരു സാമ്പത്തികത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളിൽ അട്രാക്റ്റഡ് ആകുന്നു, നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു സ്നേഹം, ഒരു പുതിയ പ്രണയം ഒക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നു. പ്രണയം മാത്രമല്ല, നല്ല ബന്ധങ്ങൾ, നിങ്ങളുമായിട്ട് കണക്റ്റഡായി പോകാൻ പറ്റുന്ന പുതിയൊരു റിലേഷൻ്റെ, അതൊരു ജസ്റ്റിസാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു, ന്യായം ലഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന, നിങ്ങളുടെ ഉറക്കം കെടുത്തിയ, നിങ്ങളെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന, നിങ്ങൾ വല്ലാതൊരു ഡിപ്രഷൻ, ആൻസൈറ്റി എനർജിയിലൂടെയും മനസ്സിനകത്ത് ഭയവും ആദിയും എക്സ്പീരിയൻസ്, ആ ഒരു അവസ്ഥകളിലൂടെ കടന്നുപോയ, ഉറക്കമില്ലാതിരുന്ന ഒരു സിറ്റുവേഷൻസ്, അത് നിങ്ങൾക്ക് അവസാനിച്ചു പോവുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഇനി ഒരു പുതിയ തുടക്കമാണ്. ഒരു പക്ഷേ അത് നിങ്ങളുടെ കരിയർ മേഖലയെ ബേസ് ചെയ്തും നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസുകൾ
പ്രശ്നങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫിനാൻസ് കൊടുത്ത് ഒരു ട്രാവലിങ്ങിന് വിദേശത്തേക്കൊക്കെ പോകാൻ സാമ്പത്തികം കൊടുത്തിട്ടിട്ടും നിങ്ങൾക്ക് ആ ഒരു ട്രാവലിംഗ് ബ്ലോക്കേജൊക്കെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അതിലെല്ലാം ഒരു സന്തോഷമാണ്, ഒരു ഗുഡ് ന്യൂസ് എനർജിയിലേക്ക്, ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ വരുന്നത്. അതായത് ഒരു ബ്ലെസ്സിങ്സ്, നിങ്ങൾക്ക് ഇമോഷണൽ ബ്ലെസ്സിങ്സ് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇനി ഒരു പുതിയ തുടക്കമാണ്, ഏറ്റവും അനുഗ്രഹീതമാകുന്ന നിമിഷങ്ങളാണ്, ഒന്നിലധികം കാര്യങ്ങളെ കണക്ട് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇനി നിങ്ങളുടെ സമയമാണ്, പാഷൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊത്ത് നിങ്ങൾക്ക് പോകാനുള്ള സമയമായി എന്നുള്ളൊരു എനർജി കൂടി കുറേ ആളുകളുടെ സിറ്റുവേഷൻസിൽ കാണുന്നുണ്ട്. നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്ന, നിങ്ങൾ ആഗ്രഹിച്ചെപ്പോഴും ഫോക്കസ് ചെയ്തിരുന്ന കാര്യം ആക്ഷൻ എടുക്കപ്പെടുന്നു. അത് നിങ്ങൾക്ക് അതിന് വേണ്ട നടപടികൾ എടുക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ദ ഡെവിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ശക്തമാകുന്ന ഒരു ബന്ധനം നിങ്ങളിൽ കുറേ ആളുകൾക്ക് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടുതരത ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബന്ധനം പിന്നീട് നിങ്ങൾക്കൊരു എന്താ പറയുക, ഇപ്പം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന, നിങ്ങൾക്ക് നെഗറ്റീവ് സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ തളർത്തിക്കളയുന്ന, ഇരുട്ടിലേക്ക് തള്ളി എന്ന് ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ്, ഒരു സ്നേഹബന്ധമായാലും മറ്റു വ്യക്തിബന്ധങ്ങളായാലും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയെന്നുള്ളൊരു ഫീലിങ്സിൽ നിൽക്കുന്ന വ്യക്തികളായാലും, ഒരു ഡെത്ത് എനർജി, അതായത് എല്ലാം അവസാനിച്ചു, ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് ഉയരുമെന്ന് സ്തംഭിച്ച് ഇമോഷണലി നിങ്ങളുടെ ഒരു അടിത്തറ, ഇമോഷണൽ ബ്ലോക്കേജ് വന്ന് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു ഡബിൾ എനർജി, ശത്രുദോഷത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ശത്രുദോഷത്തിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ദ ലവേഴ്സ് എനർജിയാണ്. വളരെ റിലാക്സ് ആയിട്ട്, വളരെ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ എത്തിക്കാൻ പറ്റും. അതായത് കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ വൈകാരികമായി ചിന്തിച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾ ട്രാപ്പിലായത്. എവിടെയാണെങ്കിലും നിങ്ങൾ വൈകാരികമായിട്ട് നൽകിയ, അതായത് ഇമോഷണലി മറ്റുള്ളവർക്ക് കൊടുത്ത വാല്യൂ ആണ് നിങ്ങളെ ബന്ധനത്തിലാക്കിയത്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവാം, നിങ്ങളെ ട്രാപ്പിലാക്കിയിട്ടുണ്ടാവാം, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്ന അവസ്ഥ വന്നിട്ടുണ്ടാവാം. അതെല്ലാം നിങ്ങൾ വൈകാരികമായിട്ടുണ്ടായ ബലഹീനതയാണ് നിങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. അതായത് വളരെ സ്പിരിച്വാലിറ്റിയോട് കൂടി, അതായത് എല്ലാവരോടും, സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയത മാത്രമല്ല, നമുക്ക് എല്ലാവരോടും തോന്നുന്ന കരുണ, സ്നേഹം, ആ ഒരു സിമ്പതി എനർജി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റി എനർജി ഉള്ളവർക്കുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പല ഓപ്പർച്യൂണിറ്റീസുകളും, നിങ്ങളുടെ കയ്യിലിരിക്കേണ്ട പലതും മറ്റുള്ളവരിലേക്ക് പോയതായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് നമുക്ക് കിങ് ഓഫ് സോഴ്സിൻ്റെയും ഏസ് ഓഫ് സോഴ്സിൻ്റെയും എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം, നല്ലൊരു തുടക്കം. ഇനി നിങ്ങളെ സംബന്ധിച്ച് ആർക്കും നിങ്ങളെ തകർക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ അനുഭവിച്ച് വേദനിച്ച് വേദന മറന്നു എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു. ഇനി നിങ്ങളൊരു പുതിയ പേഴ്സണാലിറ്റിയിലേക്ക് മാറുകയാണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന റിസ്ക്, നിങ്ങളൊരു റിസ്ക് എടുക്കാൻ തയ്യാറായാൽ, നിങ്ങളൊരു പുതിയ തുടക്കത്തിന് റെഡി ആവുകയാണെങ്കിൽ, നിങ്ങളിലൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ, ഒരു ലോങ് പീരീഡ് സക്സസ്സിലേക്ക്, ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നിങ്ങളുടെ ലക്ഷ്യം എത്തിച്ചേരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതായത് വൈകാരികമായ ചിന്തയിൽ നിന്നും നിങ്ങൾ യുക്തിപൂർവ്വം കാര്യങ്ങളെല്ലാം നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച്, തലച്ചോറ് ഉപയോഗിച്ച് നിങ്ങൾ കാണാനും കേൾക്കാനും ശ്രമിച്ചാൽ നിങ്ങൾക്ക് ശക്തമാകുന്നൊരു വിജയം വരുന്ന, അതായത് നിങ്ങളെ പിന്നെ ആർക്കും വീഴ്ത്താൻ പറ്റില്ല. നിങ്ങളുടെ ലോകം പ്രൊട്ടക്റ്റഡ് ആകും, നിങ്ങൾ നിൽക്കുന്നിടം വളരെ പ്രൊട്ടക്റ്റഡ് ആകും. അത് ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് എത്തും. അതായത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം, ഒരു വളരെ ഉറച്ച ഒരു
നിലപാടോടുകൂടി നിലനിൽപ്പോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പിന്നെ അവിടെ ഒരു രീതിയിലും നിങ്ങളെ ആർക്കും തളർത്താനോ തകർക്കാനോ പറ്റില്ല. പക്ഷെ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യം ജസ്റ്റിസ് എനർജി തന്നെയാണ്, നീതി തന്നെയാണ് വേണ്ടത്. ഇമോഷണലി ഉള്ള അഡിക്ഷൻ അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളുടെ ആ ഒരു ബലഹീനത നിങ്ങൾ മാറ്റിയെടുക്കണം. നമുക്ക് സംതൃപ്തമല്ല, പൂർണ്ണമല്ല എന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ നിന്നും സ്ട്രോങ് ആയിട്ട് പുറത്ത് കടക്കാൻ പറ്റണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ കാണുന്നത് നോ പറയേണ്ടടുത്ത് നിങ്ങൾ നോ പറഞ്ഞിരിക്കണം. അവിടെയാണ് ഏറ്റവും പരാജയം നമുക്ക് കാണുന്നത്. ഫസ്റ്റ് തന്നെ സെൽഫ് ലവ്, സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് റെസ്പെക്റ്റ്, ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറണം, സ്ട്രോങ് ആയിട്ട് മാറണം. കണ്ണടച്ച് പറ്റില്ല എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു 3 പ്രാവശ്യം നിങ്ങളതങ്ങ് ആവർത്തിച്ചാൽ പിന്നെ നിങ്ങൾക്കത് നിസ്സാരമായിട്ട് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അത് നിങ്ങളുടെ ജീവിത വിജയമാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ചൊരു റിസ്ക് എടുക്കണം കേട്ടോ ഇന്നത്തെ ദിവസം. പഴയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കരിയർ മേഖലയിലൊക്കെ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ട്രാവലിംഗ് പ്രസൻസ്, പാസ്റ്റ് എനർജിയിലേക്ക് നിങ്ങൾ വന്നിടത്തേക്ക് ഒരു തിരിച്ചുപോക്ക്, ചിലപ്പോൾ ഈ നാട്ടിലേക്കൊക്കെ ഒരു യാത്ര, ട്രാവലിംഗ് ആവാം, ഫാമിലിയോട് ഒരുമിച്ചൊക്കെ ഒരു ട്രാവലിംഗ് പ്രസൻസ് വരുന്നുണ്ട്. കുറച്ച് പ്രതിസന്ധികളുണ്ട് കേട്ടോ, കുറച്ച് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പാസ്റ്റിൽ ചില കാര്യങ്ങളെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാറി ചിന്തിക്കുക, മാറി സഞ്ചരിക്കുക എന്നുള്ളൊരു എനർജി വരുന്നുണ്ട്. പിന്നെ ഒന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാവണം കേട്ടോ. റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവർ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. കംഫർട്ട് സോണിൽ നിൽക്കുന്നവരെന്നും ആ സോണിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. കുറച്ചൊരു ത്യാഗം മനോഭാവമൊക്കെ നമുക്ക് വരുത്തണം കേട്ടോ. പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടായിരുന്നു. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ ഒരു 3 വ്യക്തികളുടെ കണക്ഷൻസിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവസാനിക്കുന്നുണ്ട് കേട്ടോ. ഒരു തെറ്റിദ്ധാരണ മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിന്നിരുന്ന ഒരു ഫെമിനിയൻ എനർജി, ഒരു ലേഡി പ്രസൻസിൻ്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്കായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എന്നാ പറയുക മോചനം ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർമാർക്ക്, നിങ്ങളുടെ ഭാര്യ-ഭർതൃബന്ധത്തിലായാലും സ്നേഹബന്ധത്തിലായാലും നിങ്ങൾക്കിടയിൽ നിന്നിരുന്ന ആ ഒരു ലേഡി പ്രസൻസിൻ്റെ ആ ഒരു നെഗറ്റീവ് എനർജി അവസാനിക്കുന്നു. കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നു കേട്ടോ. ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും അമിതമായി സ്നേഹമൊന്നും പ്രകടിപ്പിക്കാൻ പോകണ്ട, ആർക്കും കപ്പ് ഓഫ് ലവ് ഒന്നും കൊടുക്കാൻ പോകണ്ട. ചിലയിടങ്ങളിൽ ഒരു റിജക്ഷൻ ഫീലിങ്സ് കാണിക്കുന്നുണ്ട്. നമ്മളെ വേണ്ടാത്തവരെ നമ്മൾ തേടി പോകാതിരിക്കാൻ ശ്രമിക്കുക. സെൽഫ് ലവ് നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഒരു പക്ഷേ എവിടെയെങ്കിലും വെച്ചാണെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നമ്മൾ ഇങ്ങോട്ട് വിഷ് ചെയ്യുന്നുണ്ട്, അവരുടെ ഫേസ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് മാത്രം അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കരിയർ പാതയിലൊക്കെ നല്ലൊരു സ്ട്രോങ് ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന വ്യക്തികൾ കാര്യങ്ങളൊക്കെ സമാധാനപരമായിട്ട് കാണണം എന്നുള്ള എനർജി വന്നിട്ടുണ്ട്. അൺലൈക്കിലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫാമിലിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം കുടുംബക്കാരുമായിട്ടൊക്കെ കണക്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾക്ക് അത് സാമ്പത്തികപരമായ ഇടപാടിനോ അല്ലെങ്കിൽ മറ്റെന്തിനാണെങ്കിലും ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അസാധ്യമുണ്ട്, ഒരു തടസ്സം കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക കേട്ടോ അതിനെക്കുറിച്ച്. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട്. സാമ്പത്തികപരമാകുന്ന ഇടപാടുകൾക്ക് ഇന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഫോർഗീവ്നെസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കളെ. നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ട്ണറിനോട് നിങ്ങളൊന്ന് ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. ഫോർഗീവ്നെസ് ചെയ്യണം. അതായത് ചിലയിടങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നോക്കുക കേട്ടോ. ലൈഫിൽ ഒരു നല്ല മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. നെക്സ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങളൊരു മനസ്സിൽ ചോദിച്ച ചോദ്യം, അതിനുള്ള ആൻസർ എന്താണ് അതിനുള്ള മറുപടി നമുക്ക് ഏഞ്ചൽസ് നൽകുന്നതെന്നാണ് നോക്കുന്നത്.
നിങ്ങളുടെ മനസ്സിൽ എന്തു കാര്യത്തെക്കുറിച്ച് വേണമെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക. ഇന്നത്തെ ദിവസത്തേക്കോ പിന്നീട് എപ്പോഴെങ്കിലോ എപ്പോഴാണെങ്കിലും ചെയ്യാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുക. അത് നല്ലതാണോ ചീത്തയാണോ, അതിൻ്റെ ഗുണം എന്താണ്, അതെന്തായി തീരും, അങ്ങനെ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കുക കേട്ടോ. നമുക്ക് ഏഞ്ചൽസ് എന്താണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നൽകാൻ പോകുന്ന മറുപടി എന്ന് നോക്കാം. മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് കാര്യമാണോ ചോദിച്ചത് മനസ്സുകൊണ്ട്, ആ ചോദ്യത്തിനുള്ള ശരിക്കും ആൻസർ നമുക്കിവിടെ അല്ല ഇപ്പം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് നല്ല പോലെ മെഡിറ്റേഷൻ ചെയ്ത് അതിലൂടെ കാര്യങ്ങളെ, അതായത് നിങ്ങളെ കറക്റ്റ് പാതയിലേക്ക് നയിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതാണെങ്കിൽ നിങ്ങളിൽ നിന്നും എടുത്തു കളയും. അതല്ല നിങ്ങൾക്ക് അർഹതയുള്ളതാണ്, നിങ്ങളിലേക്ക് ഒരു വെല്ലുവിളി നേരിടുന്ന, ഒരു ക്യൂരിയോസിറ്റി ഉള്ളതും എന്നാൽ കുറേ കാലമായിട്ടൊരു ഗുഡ് ന്യൂസ് എനർജിക്ക് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾ നോക്കിയതല്ലേ. എന്തെങ്കിലും ഒരു പുതിയ പ്ലാനിങ് ആയിരിക്കാം, പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, എന്താണെങ്കിലും ഒരു പുതിയ ഒരു സിറ്റുവേഷൻസ്, അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ ഒരു ചേഞ്ചിങ് വരുത്താൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നോക്കിയതായിട്ട് കാണാൻ പറ്റുന്ന. തേർഡ് ഐ ചക്രയുടെ പ്രസൻസ് വേണം, അതായത് മെഡിറ്റേഷനാണ് വേണ്ടത് കേട്ടോ. അവിടെ തേർഡ് ഐ ചക്രയാണ് ശരിക്കും വർക്ക് ചെയ്യേണ്ടത്. അതായത് മെഡിറ്റേഷൻ ചെയ്താലാണ് നിങ്ങൾക്കതിൻ്റെ യഥാർത്ഥമാകുന്ന മാർഗം അറിയാൻ പറ്റും. മെഡിറ്റേഷൻ മീൻസ് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ഇന്ന കാര്യം സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏത് മതത്തിലുള്ളവരാണെങ്കിലും ആ കാര്യത്തിന് നിങ്ങളെ യഥാർത്ഥ ശരിയായ വഴിയിലേക്ക് ഡിവൈൻ കൊണ്ട് ചെന്നെത്തിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കതനുസരിച്ച് ആക്ഷൻ എടുക്കാനും പറ്റും.